നമ്മൾ ഈ സ്മാർട്ട് ഫോൺ ഉപയോഗിക്കുന്ന സമയത്ത് ഒരുപാട് ആപ്ലിക്കേഷൻസുകൾ ഇൻസ്റ്റാൾ ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് ആപ്ലിക്കേഷൻസുകൾ നമ്മൾ ഓപ്പൺ ചെയ്യാറുണ്ട്, ക്ലോസ് ചെയ്യാറുണ്ട്. എന്നാൽ എല്ലാ ആപ്ലിക്കേഷനും പരിപൂർണമായിട്ടും ബാക്ക്ഗ്രൗണ്ടിൽ സ്റ്റോപ്പ് ആയിക്കൊള്ളണം എന്നില്ല. ചില ആപ്ലിക്കേഷൻസുകൾ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ ബാക്ക്ഗ്രൗണ്ടിൽ ഇങ്ങനെ വർക്കായിക്കൊണ്ടിരിക്കും. പ്രത്യേകിച്ചും നമ്മൾ നെറ്റ് ഓണാക്കുന്ന സമയത്ത് ബാക്ക്ഗ്രൗണ്ടിൽ ഒരുവിധം ആപ്ലിക്കേഷൻസുകളൊക്കെ ഓണായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കും. ഇതിൻ്റെ പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബാറ്ററി ബാക്കപ്പ് ചാർജ് പെട്ടെന്ന് തീർന്നു പോകും. അതുപോലെ തന്നെ നമ്മുടെ മൊബൈലിൻ്റെ പെർഫോമൻസ് വളരെ സ്ലോ ആവും. ചില മൊബൈലുകളാണെങ്കിൽ പെട്ടെന്ന് ഹാങ് ആവുകയും ചെയ്യും. അതുപോലെ തന്നെ സ്റ്റോറേജ് ഫുള്ളാവും. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഇങ്ങനെ ബാക്ക്ഗ്രൗണ്ടിൽ ആപ്ലിക്കേഷൻ പ്രവർത്തിക്കുമ്പോൾ നമുക്ക് സംഭവിക്കാറുണ്ട്. നമുക്കിത് മൊത്തമായിട്ടും ക്ലോസ് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മൊബൈലിൽ തന്നെ ഉണ്ട് എങ്കിലും അത് തിരഞ്ഞ് കണ്ടുപിടിക്കണമെങ്കിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. എന്നാൽ ഒറ്റയടിക്ക് നമുക്ക് ബാക്ക്ഗ്രൗണ്ടിൽ പ്രവർത്തിക്കുന്ന ആപ്ലിക്കേഷൻസുകൾ നമുക്ക് മൊത്തമായിട്ടും ക്ലോസ് ചെയ്യാൻ ഒരു ട്രിക്കുണ്ട്. അതാണ് ഞാൻ ഇന്ന് നിങ്ങളുമായി ഈ വീഡിയോയിലൂടെ ഞാൻ പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത്. അതിനുമുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഞങ്ങളുടെ വീഡിയോ കാണുന്നതെങ്കിൽ വീഡിയോയ്ക്ക് താഴെ കാണുന്ന സബ്സ്ക്രൈബ് എന്ന ചുവന്ന അക്ഷരത്തിൽ ക്ലിക്ക് ചെയ്യുക. ശേഷം കാണുന്ന ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്തതിന് ശേഷം ഓൾ എന്ന ഭാഗം സെലക്ട് ചെയ്യുക. ഇതിനായിട്ട് ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. ആപ്ലിക്കേഷൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതിലൂടെ നിങ്ങൾ ഡൗൺലോഡ് ചെയ്തെടുക്കുക. അതിനുശേഷം ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെയായിരിക്കും ഇതിൻ്റെ ഇൻ്റർഫേസ്. ഇവിടെ 6GB റാമുള്ള ഫോണാണ് ഇതിൽ 59% റാം യൂസ് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ ലോഞ്ച്ഡ് ആപ്സ് 7 എന്ന് കാണാൻ സാധിക്കും. ചില മൊബൈലുകളൊക്കെ ഒരുപാട് ആപ്ലിക്കേഷൻ ലോഞ്ച്ഡ് ആയിട്ട് കിടക്കുന്നുണ്ടാവും. അതുപോലെ തന്നെ ഫ്രീ മെമ്മറി 2.42 GB എന്നിവിടെ കാണാൻ സാധിക്കും. ഇവിടെ യൂസർ ആപ്സ് എന്ന ഭാഗം ഓപ്പണിലായിരിക്കും ഉണ്ടാവുക. യൂസർ ആപ്സ് ഓപ്പൺ അല്ലെങ്കിൽ നിങ്ങൾ ഓപ്പൺ ആയി കൊടുക്കുക. അതിനുശേഷം ഇവിടെ വേറൊന്നും ചെയ്യാനില്ല. നിങ്ങളിവിടെ പ്ലേ ബട്ടൺ കാണാൻ സാധിക്കും. അതൊന്ന് ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ഷോ ദ സെറ്റിങ്സ് എന്ന ഭാഗമുണ്ട്. നിങ്ങളിതിൻ്റെ പെർമിഷൻ അലോ ചെയ്തേണ്ടതായിട്ടുണ്ട്. അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം ഇവിടെ പെർമിഷൻ അലോ ചെയ്ത് കൊടുക്കുക. തുടർന്ന് ബാക്ക് വരിക. വീണ്ടും പ്ലേ ബട്ടൺ ഒന്നുകൂടി ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഷോ ദ സെറ്റിങ്സ് എന്ന ഭാഗം താഴെ കാണാം. അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ ആക്സസിബിലിറ്റി എന്ന ഭാഗത്ത് ഇൻസ്റ്റാൾഡ് സർവീസസ് എന്ന ഭാഗം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഈ ആപ്ലിക്കേഷൻ, അതായത് കിൽ ആപ്സ് എന്നാണ് ഇതിൻ്റെ പേര്, ആ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തതിന് ശേഷം ഇവിടെ പെർമിഷൻ അലോ കൊടുക്കുക. ഇത്രയേ വേണ്ടൂ. വീണ്ടും ബാക്ക് വന്നതിന് ശേഷം ഇവിടെ പ്ലേ ബട്ടൺ ഇനി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ ആപ്ലിക്കേഷനും ക്ലോസ് ആകുന്നതാണ്. ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. എന്നിട്ട് ഞാൻ ക്യാൻസൽ ചെയ്യണം. കാരണം ഞാനിത് പ്ലേ ചെയ്തിട്ട് കംപ്ലീറ്റ് ആപ്ലിക്കേഷൻ ബാക്ക്ഗ്രൗണ്ടിൽ ക്ലോസ് ആയി കഴിഞ്ഞാൽ, ഞാനിപ്പോൾ സ്ക്രീൻ റെക്കോർഡ് ചെയ്യുന്നുണ്ട്, നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും. സ്ക്രീൻ റെക്കോർഡ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൂടി ഓട്ടോമാറ്റിക്കായിട്ട് ക്ലോസ് ആവും. കാരണം ഞാനിത് വീഡിയോ ചെയ്യുന്നതിന് വേണ്ടി മൊത്തം ഒന്ന് പ്ലേ ചെയ്ത് നോക്കിയതാണ്. എൻ്റെ റെക്കോർഡ് കൂടി തടസ്സപ്പെട്ടു. അപ്പോൾ അത്രയും എല്ലാ ആപ്ലിക്കേഷൻസുകളും ബാക്ക്ഗ്രൗണ്ടിൽ ക്ലോസ് ആകുന്ന, പരിപൂർണമായിട്ടും സ്റ്റോപ്പാകുന്ന നല്ലൊരു ആപ്ലിക്കേഷൻ തന്നെയാണ് എന്നെനിക്ക് ബോധ്യമായതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഞാൻ ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്ത് കാണിച്ചു തരാം. ഉടനെ തന്നെ ഞാൻ ക്യാൻസൽ ചെയ്യും. ഓക്കെ, ഇപ്പോൾ സ്റ്റാർട്ടിംഗ് ആയിട്ടുണ്ട്. ഞാനിവിടെ ക്യാൻസൽ ചെയ്യാണ്. കാരണം വീണ്ടും ഞാനത് ഫുൾ റൗണ്ട് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് 100% ആയിക്കഴിഞ്ഞാൽ എൻ്റെ ഈ റെക്കോർഡിംഗ് കൂടി തടസ്സമാകും. അതുകൊണ്ടാണ്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് വളരെ യൂസ്ഫുള്ളാണെന്ന് തോന്നുന്നെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടില്ലെങ്കിൽ നിങ്ങൾ ഡിസ്ലൈക്ക് ചെയ്യുക. ഒന്നും പ്രശ്നമല്ല. അതുപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും വീഡിയോ ഷെയർ ചെയ്ത് എത്തിക്കുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. മറ്റൊരു പുതിയ വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. ഓക്കെ ഫ്രണ്ട്സ്, ബൈ ബൈ.